ഹലോ. അപ്പോൾ നമ്മൾ ഇന്ന് ബോളർ എടുക്കാൻ വേണ്ടിയാണ് പോകുന്നത്, കല്ലെടുക്കാൻ ക്വാറിയിലേക്ക്. അപ്പോൾ നമ്മൾ രാവിലെ ഇന്നലെ തലേ ദിവസം കൊണ്ടുവച്ച വണ്ടിയാണ്. അപ്പോൾ നമുക്ക് രാവിലെ ഒരു 7 മണിയായപ്പോൾ ലോഡ് കിട്ടിയായിരുന്നു. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പം രണ്ടാമത്തെ ലോഡ് എടുക്കാൻ വേണ്ടിയാണ് പോകുന്നത്. ഏകദേശം സ്കൂൾ ടൈം ആവാൻ സമയം ആയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 7:45 8 മണിയൊക്കെ ആയി. 8:30ക്കാണ് സ്കൂൾ ടൈം. അപ്പോൾ അങ്ങനെ നമ്മൾ ക്വാറിയിലേക്കാണ് പോകുന്നത്. ഏകദേശം നമ്മുടെ ക്വാറി റോഡിലേക്ക് നമ്മൾ കയറിയിട്ടുണ്ട്. ഇതൊക്കെ ക്വാറിയിൽ നിന്ന് കല്ല് എടുത്തിട്ട് വരുന്ന വണ്ടിയാണ്. ഇതൊക്കെ ഇന്നലെ വെച്ച വണ്ടികളാണ്. ഇപ്പോൾ രാവിലെ വന്നു കഴിഞ്ഞാൽ കല്ല് കിട്ടാൻ നല്ല പ്രയാസമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാവരും തന്നെ ഇപ്പോൾ തലേ ദിവസം വണ്ടി കൊണ്ടുവയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ ക്വാറിയിലേക്ക് പോകാനുണ്ട്. ഇവിടെ ക്വാറി എത്തുന്നതിന് തൊട്ട് മുമ്പുള്ള വഴിയാണിത്. ഈ ഒരു റോഡാണ് പുല്ല് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നത്. ഇത് വലിയ വലിയ കുഴികളായിരുന്നു. ക്വാറിക്കാർ തന്നെ GSPയും കോറിയേഴ്സൊക്കെ ഇട്ട് കുറേയൊക്കെ ലെവലാക്കിയിട്ടുണ്ട്. കാല് വണ്ടി കൊണ്ട് വരുമ്പോൾ നല്ല ചാട്ടാ. റോഡും വണ്ടി നമുക്ക് പതിഞ്ഞ് പൊക്കോളും. നമ്മൾ രാവിലത്തെ ഒരോട് തട്ടിയിട്ട് ഇപ്പോൾ സ്കൂൾ ടൈം കഴിഞ്ഞു. സ്കൂൾ ടൈം ആവുന്നുള്ളൂ. 8:13 സ്കൂൾ ടൈം കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ലോഡും കൊണ്ട് വേണം പോകാൻ. അപ്പോഴേക്കും ലോഡ് ആവുള്ളൂ. ആ വരുന്ന വണ്ടി ഇവിടെ റോഡ് നനയ്ക്കുന്ന വണ്ടിയാണ്. ഈ റോഡ് പൊട്ടിക്കിടക്കുന്നതുകൊണ്ട് നല്ല പൊടി മാറും. അപ്പോൾ ആ വണ്ടി നനച്ച് പോകുന്നത് അത് ക്വാറിൻ്റെ സ്വന്തം വണ്ടിയാണ്, കമ്പനി വണ്ടി. നാട്ടുകാർക്ക് പ്രശ്നമൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് നനയ്ക്കുന്നത്. ഇവിടെ നമുക്ക് സാധാ ചെറിയ 150 അടി വണ്ടിയും പിന്നെ വരുന്നത് മാക്സിമം 400 അടി വണ്ടികളാണ് മാക്സിമം വരുന്നത്. അത് കല്ലെടുക്കാൻ വരല് കുറവാണ്. അവര് കോറി വേസ്റ്റ്, സോളിങ് അങ്ങനത്തെ കല്ലുകളൊക്കെയാണ് അവർ കൊണ്ടുപോകുന്നത്. ഇതൊക്കെ ഇപ്പൊ കുറ്റ്യാടി ഭാഗത്തേക്ക് കൊണ്ടുപോകുന്ന റോഡാണ്. നമുക്ക് ഇവിടുന്ന് കുറ്റ്യാടി അവിടെ ഒരു ക്രഷറിലേക്ക് സോളിങ് ഒക്കെ കൊണ്ടുപോകുന്ന വണ്ടി. പിന്നെ നമുക്കിവിടെ മാനന്തവാടി ഒരു ക്രഷറുണ്ട്, അവിടത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ വളരെ കുറഞ്ഞ 400 അടി വണ്ടികൾ ഇവിടെ വരലുള്ളൂ. ഇവിടെ ഏറ്റവും കൂടുതൽ 150 അടി വണ്ടികളാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ട്രാക്ടറുകൾ 2-3 വരും. അതിലൂടെ എങ്ങനെയായാലും ഒരു 150 അടി വണ്ടികൾ തന്നെ 10-40 വണ്ടി ഉണ്ടാവും എപ്പോഴും. ഏതായാലും താഴെയൊക്കെ ഗ്രൗണ്ടുള്ളതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വണ്ടികൾ ഉണ്ടാവും. അതിന് എത്ര വണ്ടി ഉണ്ട് നോക്കാം. അവിടെ ചില വണ്ടികളുണ്ട് അത്യാവശ്യം. ഈ റോഡ് കൂടെ നല്ലതായിരുന്നെങ്കിൽ പെട്ടെന്ന് എത്തായിരുന്നു. കുഴപ്പമില്ല. താഴത്തെ ഗ്രൗണ്ടിൽ 2, 4, 5 വണ്ടിയുണ്ട്. മേലെയുണ്ട് 4-5 വണ്ടികൾ. നിലവിലെ 10 വണ്ടിയിലെ കാണുന്നുള്ളൂ. സൈഡാക്കിയിട്ട് പോയി നോക്കാം. അങ്ങനെ കാത്തിരുന്ന് നമുക്ക് ഇപ്പം കല്ല് കിട്ടുന്ന ഈ ടോക്കൺ കിട്ടി. ഈ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 12 മണി കഴിഞ്ഞു. നമ്മൾ രാവിലെ 8:20 8:20 അടുത്തായപ്പോൾ നമ്മൾ ക്വാറിയിൽ വന്ന് കയറിയതാണ്. കല്ലാവുന്നില്ല. കല്ല് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇരുന്ന് മടുത്തു. രാവിലത്തെ കഞ്ഞി അവിടുന്ന് കുടിച്ചു. ഉച്ചയ്ക്ക് ചോറുണ്ട്. ഇനി അതും കഴിച്ചിട്ട് മുക്കാറും പോകാൻ പറ്റുള്ളൂ. കാരണം കല്ല് വളരെ കുറവാണ്. ഈ ക്വാറിയിൽ മേലെ ചെന്ന് കഴിഞ്ഞാൽ അറിയാൻ പറ്റുള്ളൂ എങ്ങനെയാണ് കല്ലുള്ളത്, എത്രത്തോളം കല്ലുണ്ട് എന്നൊക്കെ. എന്തായാലും ഇന്ന് ഈ ഒരു ലോഡും കൂടി കിട്ടുള്ളൂ. ഏകദേശം ക്ലോസ് ചെയ്തു. നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ അവരപ്പോൾ തന്നെ മെസ്സേജ് അയക്കും. കല്ല് കുറവാണെങ്കിലും മെസ്സേജ് അയക്കും. എന്തൊക്കെ സെയിൽ ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിലും മെസ്സേജ് ഇടും. അപ്പോൾ നമുക്ക് വരുന്നത് ഇപ്പം അവരുടെ സൈറ്റിലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ പിന്നെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മെസ്സേജ് ഇടും. ഇന്നത്തെ എന്തായാലും തീർന്നു. സാധാരണ ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് നമ്മൾ 3 ലോഡ് കല്ലെടുത്ത് കിട്ടിയായിരുന്നു. ഇന്നിപ്പോൾ 2 ലോഡേ കിട്ടിയുള്ളൂ. അതൊന്നാദ്യം കാട്ടുകളും ഭാഗമായതുകൊണ്ട് ചെറിയ വാടകയ്ക്കൊക്കെയാണ് പോകുന്നത്. ഒന്നാമത് പണി മൊത്തത്തിൽ കുറവാണ്. അപ്പോൾ കിട്ടുന്ന പണിക്ക് കിട്ടുന്ന പോലെ വാടകയ്ക്കൊക്കെയാണ് വണ്ടികൾ ആൾക്കാർ എടുക്കുന്നത്. അപ്പം അങ്ങനെ നമുക്ക് വേറൊരു വണ്ടിക്കാരൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയൊരു ഓട്ടമാണിത്. അപ്പോൾ 1800 രൂപയാണ് നമുക്ക് ഇവിടുന്ന് ആ സൈറ്റിലേക്ക്, അതായത് വെള്ളാഞ്ചേരിയുള്ളൊരു സൈറ്റാണ്, അവിടത്തേക്ക് 1800 രൂപയ്ക്കാണ് പോകുന്നത്. പക്ഷേ വലിയ ദൂരമൊന്നുമില്ല. ഏകദേശം ഒരു 13 കിലോമീറ്റർ മാക്സിമം പോയാലുള്ളൂ. 13 ഇല്ല, 12 കിലോമീറ്ററേ ഉള്ളൂ നമുക്ക്. അങ്ങനെ നമ്മൾ ക്വാറീൻ്റെ മേലെത്തി. അപ്പം അതിലൊരു 2 വണ്ടി അവിടെ കിടക്കുന്നത് കമ്പനി വണ്ടിയാണ്. കമ്പനി വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 വണ്ടിക്ക് ഒരു വണ്ടി വെച്ച് കമ്പനി വണ്ടി വിടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ടേൺ ആവാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. നമ്മൾ നേരെ ക്വാറീൻ്റെ ഉള്ളിലേക്കാണ് പോകുന്നത്. നമുക്ക് ഒന്നാമത് ക്വാറിയിലേക്ക് 5 വണ്ടി വെച്ചാണ് മേലേക്ക് ടോക്കൺ തന്ന് കയറ്റി വിടുന്നത്.
അതുവരെ എല്ലാ സമയവും താഴെ പാർക്കിങ്ങിൽ വണ്ടികൾ വെയിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇപ്പം എന്ന് വെച്ചാൽ 5 വണ്ടി വിട്ടാൽ തന്നെ 5 വണ്ടിക്ക് ഒരുമിച്ച് താഴെ പോയി നിൽക്കാനുള്ള സ്ഥലവും കോറിയിൽ കുറവാണ്. അതിൻ്റെ ഇടയ്ക്ക് വലിയ വണ്ടികൾ സോളിങ്ങിന് കോറിയേഷനൊക്കെ വരുമ്പോൾ സ്ഥലം തീരെ കുറയും. അപ്പോൾ നമ്മൾ മേലെ നിന്ന് നോക്കിയിട്ട് സൈഡിൽ ഒതുക്കി വേണം അങ്ങോട്ട് ഇറങ്ങി ചെല്ലാനായിട്ട്. അങ്ങനെ ഇന്നിപ്പോൾ 2 ഇറ്റാച്ചി കയറ്റുന്നുണ്ട്. സാധാരണ ഇവിടെ നമുക്ക് മൊത്തം 3 ഇറ്റാച്ചി നമുക്ക് ഇവിടെ ഉള്ളൂ. അപ്പോൾ ഒരെണ്ണം സ്ഥിരം ബ്രേക്കറുണ്ട്, 2 എണ്ണമാണ് ബക്കറ്റ് ഉള്ളത്. അപ്പോൾ അതിൽ ഒരു വണ്ടി കല്ല് കോരും, പിന്നെ ഒരു വണ്ടി കോറി വേസ്റ്റ് സോളിങ് അതെല്ലാം കോരും. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. അങ്ങനെ ഇനിയിപ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു 3 വണ്ടി ഉണ്ട്. ആ 3 വണ്ടിയും കൂടെ ലോഡാക്കിയിട്ട് വേണം നമുക്ക് ഇതാക്കാൻ, ലോഡ് കയറ്റാനായിട്ട്. ടോക്കൺ അനുസരിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ആദ്യം വന്ന വണ്ടികൾ ആദ്യം വന്ന് കല്ല് കയറ്റും, ആ രീതിയിൽ. അപ്പം അങ്ങനെ നമ്മുടെ ടേണായി നമ്മൾ ലോഡ് കയറ്റാൻ വേണ്ടി അങ്ങോട്ട് വന്നു. തിരിച്ചിട്ട് ഇനി അങ്ങോട്ട് ബേക്ക് വയ്ക്കണം. അപ്പോൾ മറ്റേ വണ്ടിയും കൂടെ സോളിങ് കയറ്റി കഴിഞ്ഞതുകൊണ്ട് അപ്പോൾ ആ വണ്ടിയും കൂടെ കല്ല് കയറ്റാൻ വേണ്ടി പോയിട്ടുണ്ട്. അങ്ങനെ ചില സമയത്ത് 2 വണ്ടി കല്ല് കയറ്റാനുണ്ടെങ്കിൽ നമുക്ക് സ്പീഡാവും. നമ്മൾ വിചാരിക്കുന്ന പോലെ സ്പീഡിൽ തന്നെ കാര്യങ്ങൾ തീരും. പക്ഷെ എല്ലായ്പ്പോഴും അങ്ങനെ കിട്ടിക്കൊള്ളുന്നില്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. ഇത് ഈ പറയുന്ന പോലെ അത്ര വലിയ കോറിയൊന്നുമല്ല, ചെറിയൊരു കോറിയാണ്. ഇതിപ്പോൾ ഏകദേശം ഇത് ഓപ്പണായിട്ടൊരു 3-4 വർഷമായിട്ടുള്ളൂ ഈ കോറി വന്നിട്ട് തന്നെ. അങ്ങനെ നമ്മൾ ബേക്ക് വെച്ച് ലോഡ് കയറ്റാനായിട്ട് തുടങ്ങുന്നുണ്ട്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ വലിയ ഇറ്റാച്ചി ആയതുകൊണ്ട് ഒരു 4-5 ബക്കറ്റ് ഇടുമ്പോൾ തന്നെ ഏകദേശം നമുക്ക് വണ്ടി ഫുള്ളാവും. പിന്നെ ചെറിയ ചെറിയ ചീള് കാര്യങ്ങളൊക്കെ ഇടുമ്പോഴേക്കും സംഭവം ഓക്കെയാണ്. ഒന്നാമത് എപ്പോഴും നമ്മൾ പാർട്ടി പറയുന്ന പോലെയാണ് കല്ലെടുക്കുന്നത്. ചിലർക്ക് കുഴി കെട്ടാൻ വേണ്ടി ചെറിയ മീഡിയം കല്ല് മതി, അപ്പോൾ ചീള് കൂട്ടി വേണമെന്ന് പറയുമ്പോൾ അങ്ങനെ കൊടുക്കും. ചിലർ പറയും ഫൗണ്ടേഷനിൽ ഇടാൻ വേണ്ടിയാണ്, അതുകൊണ്ട് വലിയ കല്ല് മതി, ചീളുകൾ കുറവ് മതി എന്ന് പറയുമ്പോൾ അങ്ങനെ. നമ്മൾ ഇറ്റാച്ചിക്കാരോട് പറയും പരമാവധി, അവർക്ക് കിട്ടുന്ന രീതിയിൽ അവർ ലോഡാക്കി തരും. എപ്പോഴും ലോഡ് കയറി നോക്കി അത്യാവശ്യം ലോഡ് കൊടുക്കാൻ നമ്മൾ എല്ലാവരും എപ്പോഴും ശ്രമിക്കാറുണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ വണ്ടി അങ്ങനെ ലോഡായിക്കൊണ്ടിരിക്കുന്നുണ്ട്. മൊത്തം നിലത്ത് നമ്മൾ റിവേഴ്സ് വെക്കുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കണം. കാരണം ചെറിയൊരു കല്ല് പോലും കൂർത്ത് വെക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ടയർ പണിയാവാൻ അത് മതി. ഒരുപാട് വണ്ടികളുടെ ടയർ ഇവിടുന്ന് പഞ്ചറാവും, പൊട്ടും, കീറൊക്കെ ചെയ്തിട്ടുണ്ട്. ഒന്നാമത് കോറിയിലേക്ക് കയറുന്ന കയറ്റം എന്ന് പറയുമ്പോൾ തന്നെ അത്യാവശ്യം കോറി വെച്ചിട്ടുകൊണ്ട് കറങ്ങി കയറുന്നത്. അവിടെ തന്നെ എല്ലാ വണ്ടിയും ടയർ കീറുക. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ നമ്മളങ്ങനെ ലോഡും കയറ്റി ഇത് അവിടെ നിന്ന് ഇറങ്ങി. ഇപ്പോൾ നേരെ നമ്മുടെ ഏകദേശം സൈറ്റിലേക്ക് എത്താനായി. ഇപ്പോൾ നമ്മുടെ സൈറ്റ് നമ്മൾ കാട്ടുകളൊക്കെ കഴിഞ്ഞ് പനോലി റോഡ് ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് വെള്ളാഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലമാണിത്. ഈ വെള്ളാഞ്ചേരി കയറ്റം കയറി കഴിഞ്ഞിട്ട് ഒരു ഇടത്തേക്ക് പിന്നെ ഒരു കയറ്റം കയറണം. അത്യാവശ്യം നല്ലൊരു കയറ്റമുണ്ട്. ഇത് തന്നെ നല്ലൊരു കയറ്റമുണ്ട്. അപ്പോൾ അവിടുന്ന് പിന്നെ ഇടത്തോട്ടേക്കാണ് നമുക്ക് കയറാനുള്ളത്. നമ്മൾ വിചാരിക്കുന്നതല്ല, നല്ലൊരു കയറ്റമുണ്ട്. അപ്പോൾ അതിൻ്റെ ആ കയറ്റത്തിൽ കയറിയിട്ട് വേണം പിന്നെ വലത്തേക്ക് കയറ്റത്തു നിന്ന് തന്നെ നമുക്ക് ഒടിഞ്ഞിറങ്ങണം. അപ്പം അങ്ങനെ കുറച്ചൊരു ടാസ്ക് പിടിച്ചൊരു പണിയാണ്, ഒരു സൈറ്റാണത്. പക്ഷേ നമ്മൾ കയറ്റത്തോട് നിർത്തി മെല്ലെ നമ്മൾ ബേക്ക് ഇറക്കുന്ന സമയത്ത് വണ്ടി ഒഴിഞ്ഞു മാറിയേ പോവുക. വിചാരിക്കുന്നത് ഒറ്റയടിക്ക് കിട്ടിക്കോണമെന്നില്ല. അപ്പം അങ്ങനെ നമ്മൾ സൈറ്റിലെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടുത്തെ വിശേഷം നോക്കാം. ഒന്നാമത് പുല്ല് ഇപ്പോൾ ഉണങ്ങിയിട്ടുണ്ട്. പുല്ലൊക്കെ ആദ്യത്തെ ട്രിപ്പ് വരുന്ന സമയത്ത് വെറും പുല്ലായിരുന്നുകൊണ്ട് കറങ്ങി രാവിലെ നമ്മൾ ഈ തലേദിവസം വെക്കുന്നതുകൊണ്ട് രാവിലെ കയറി വരുമ്പോൾ കറങ്ങിയാണ് കയറിക്കൊണ്ടുവന്നത്. ഒരു 3-4-5-6 ട്രിപ്പ് ഇവിടെ മൊത്തം കല്ലിറക്കി. ഇപ്പോൾ കല്ലൊക്കെ വഴിയൊക്കെ സെറ്റായിട്ടുണ്ട്. എന്നാലും നല്ല കയറ്റാണ്. പിന്നെ ഇവിടുത്തെ ഈ മണ്ണിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മൊത്തം കല്ല് മണ്ണാണ്. കല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് കാട്ടുകല്ല് ഇതായതുകൊണ്ട് ചെറിയൊരു ഇളക്കമുണ്ടെങ്കിൽ തന്നെ അവിടെ തിരഞ്ഞ് വണ്ടി കയറി പോവുക. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ.
അപ്പോൾ അങ്ങനെ നമ്മൾ ലോഡ് തട്ടി അവിടെ നിന്ന് മെല്ലെ പോന്നു. ആ വീഡിയോ നമുക്ക് മൊത്തത്തിൽ എടുക്കാൻ പറ്റിയില്ല, കാരണം നമ്മൾ ക്യാമറ മേലെ സെറ്റ് ചെയ്തത് ലോഡ് തട്ടിയപ്പോഴേക്ക് അത് ടൈറ്റായില്ലായിരുന്നു, ചെറുങ്ങനെ അത് പിടിഞ്ഞു പോയി. അതുകൊണ്ട് വീഡിയോ കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയില്ല. എന്നാലും അടുത്ത വീഡിയോ മേലെ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരത്തെ കാട്ടിക്കുളത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ ഇനി വേറെ പ്രത്യേകിച്ച് പണിയോ കാര്യങ്ങളൊന്നുമില്ല. നേരെ പറപ്പിച്ചില്ല, എണ്ണ അടിക്കുക, നേരെ വീട്ടിൽ പോയി ചോറും കഴിച്ച് കിടന്നുറങ്ങുക. കാരണം എല്ലാ ദിവസം രാവിലെ നമ്മൾ 5 മണിക്ക് എണീറ്റ് പോകുന്നതാണ്. 5 മണിക്ക് എണീറ്റ് പോയിട്ട് ഇപ്പോൾ പറഞ്ഞാൽ ഉച്ചയ്ക്ക് ഇപ്പം കല്ല് തീർന്നു. പക്ഷേ കല്ല് തീർന്നതല്ല, നമ്മൾ രാവിലെ 8:30 കോറി കയറിയിട്ട് നമുക്ക് 12 മണിക്കാണ് അടുത്ത കല്ല് കിട്ടുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ വെയിറ്റിംഗ് വരുമ്പോഴാണ് പ്രശ്നം വരിക. ഒന്നാമെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ട്രിപ്പ് എന്ന് പറയുമ്പോൾ 1800 ഒരു വാടകയുള്ളൂ. 3600 ആണെങ്കിൽ തന്നെ ആ ഡ്രൈവർ പോകുന്നെങ്കിൽ ഡ്രൈവർക്ക് ആപ്പടെ 720 രൂപ കൂലിയാവുന്നുള്ളൂ. ദിവസം മൊത്തം പോവുകയും ചെയ്യും, ഒരു കൂലിയാവുന്നുള്ളൂ. ഒന്നാമത് ഈ പണിയില്ലാ സമയത്ത് ഡ്രൈവർമാരെയൊക്കെ പിടിച്ചു നിർത്തണമെന്നുണ്ടെങ്കിൽ വലിയൊരു ഇത് തന്നെയാണ്. സ്വന്തം പോകുന്നവർക്ക് കുഴപ്പമില്ല, വേറെ ആളെ വിടുമ്പോഴാണ് പ്രശ്നം വരുന്നത്. നമ്മൾ എങ്ങനെയും പണി ഉണ്ടാക്കി കൊടുക്കണം. ഒന്നാമത് ഈ ടിപ്പറുകളുടെ വാടക കുറയ്ക്കുന്നതിന് മെയിൻ കാരണം അത് തന്നെയാണ്. വണ്ടി വരുന്ന ഡ്രൈവർമാർക്ക് ഒരു പണി ആവട്ടെ എന്ന് വിചാരിച്ചിട്ടൊക്കെയാണ് എല്ലാവരും ഈ പരിപാടി ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനിയിപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ഇതാണ് നമ്മുടെ സ്വന്തം കാട്ടിക്കുളം ടൗണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ.